പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമാണ്. കാരണം ജനങ്ങളും യു ഡി എഫും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം എന്തായിരുന്നാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നത് ഉറപ്പാണ്. എന്താണ് അങ്ങനെ ഒരു കോൺഫിഡൻസിൻ്റെ കാരണം? അതായത് സർക്കാർ വിരുദ്ധ വികാരത്തിൽ മാത്രമാണോ, അതല്ലെങ്കിൽ വെൽഫെയർ സഖ്യത്തിലാണോ? ഇല്ല, സർക്കാർ വിരുദ്ധം ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാൻ അവരെ നിർബന്ധിതരാക്കി എന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ദുർനടപടികൾ, ദുഷ്ചെയ്തികൾ, കെടുകാര്യസ്ഥത, ശബരിമലയിലെ മോഷണമടക്കമുള്ള രാജ്യത്ത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അനഭിലഷണീയമായ കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിനെതിരെയാക്കി അതിനുള്ള ആദ്യത്തെ അവസരം എന്ന നിലക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അവർ വിനിയോഗിക്കുന്നു. ഈ വെൽഫെയർ സഖ്യം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നത് LDFിൻ്റെ ഒരു ഇഡൻ അജണ്ടയായിരുന്നു. എനിക്കറിയാം, കേരളത്തിൽ എല്ലായിടത്തും ഏതാണ്ട് കാസർഗോഡ് ജില്ലയിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചതാണ്. SDPIയുമായിട്ടാണ് CPM സഖ്യം ചെയ്തിരിക്കുന്നത്. PDP അവരുമായി പരസ്യമായ സഖ്യമാണ്. ആരും ചർച്ച ചെയ്തില്ലല്ലോ, ആർക്കും അതിൽ ഒരു തെറ്റും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി പ്രാദേശിക തലത്തിൽ ചില നീക്കുപോക്കുകൾ ചിലയിടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നിലപാട് കാരണം ആ ധാരണ ഒഴിവാക്കി UDFനെ സഹായിക്കാൻ തീരുമാനിച്ചു. അതിൽ വലിയ കാര്യമൊന്നുമുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഏതായിരുന്നാലും വോട്ടുകൾ ആരുടേതായാലും വിലപ്പെട്ടതാണ് UDFന് കിട്ടിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ കൂടി വന്നതോടെ UDFന്റെ സാധ്യത കുറച്ചുകൂടി വർദ്ധിച്ചു എന്നാണ്. വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ പ്രാദേശികമായി ചില തലങ്ങളിലൊക്കെ UDFന് കിട്ടിയിട്ടുണ്ട്. UDFന് മൊത്തത്തിൽ വോട്ടുകൾ അല്ലാതെയും ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട്.